എടാ മറ്റേ രണ്ട് മറ്റേ അനൂപിനെയും മറ്റേ സന്ദീപിനെ അവരെയൊക്കെ വിളിച്ചോണേ. അവരുണ്ട് താഴെ. സന്ദീപും KC വിപിനും പോയത്. ഇത്തരത്തിൽ ആർമി അടക്കമുള്ളവർ അല്ലെങ്കിൽ ജനങ്ങൾ അടക്കമുള്ളവർ ഇതിനെ വരവേൽക്കുന്നത് ഒരു നിമിഷം നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. സാർ കൊട മാറ്റം. ദൗത്യം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അരുൺകുമാർ. ഒടുവിൽ അത് ആർമി പൂർത്തിയാക്കിയിരിക്കുന്നു. രക്ഷാദൗത്യത്തിന് ഇനി വളരെ വേഗത്തിൽ രക്ഷാദൗത്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ സൈനിക മേധാവി ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ്. അതിനുശേഷം അതെന്തിനൊരു മേഖലയിൽ നിന്ന് നടക്കുന്ന കാഴ്ച. അല്പസമയം മുമ്പാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞ് സൈനിക മേധാവിയുടെ വാഹനം തന്നെ ഈ ഒരു പാലത്തിൽ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു നീക്കം ആരംഭിച്ചത്. അതിലൂടെയായിരുന്നു ഈ ഒരു പാലം തുറന്നു കൊടുത്തത് എന്ന് വേണം പറയാം. പാലം ഇപ്പോൾ പൂർണ്ണമായും തുറന്നു കൊടുത്തിട്ട് അതിനുശേഷം മുഴുവൻ സേനാധികാരികളെയും സന്ദീപിനെ കൂടെ വിളിക്കണം. സന്ദീപ് താഴെയുണ്ട്. നേരിട്ട് നേതൃത്വം കൊടുത്തിരുന്ന മേജർ ലീലാശക്തി ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. വളരെ പ്രയാസപ്പെട്ട ദൗത്യമായിരുന്നു. പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിരുന്നു. കനത്ത മഴയുണ്ടായിരുന്നു. മൂന്നും ദിവസവുമില്ലാത്ത ഭക്ഷണമൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയായിരുന്നു നമ്മുടെ ആർമി ഇത് ഏറ്റെടുത്തത്, പൂർത്തിയാക്കിയത്. പുഴയ്ക്ക് കുറുകെ വലിയ രക്ഷാദൗത്യം എളുപ്പവരാക്കാൻ പാകത്തിലുള്ള സംവിധാനം അവർ ഒരുക്കി തന്നിരിക്കുന്നു. വാഹനം അതിലൂടെ ഓടിച്ച് കാണിച്ചുകൊണ്ട് തന്നെ ഇനി ദ്രുതവേഗതയിൽ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുമെന്ന് അവർ തെളിയിച്ചു കാണിച്ചിരിക്കുന്നു. നമുക്കുള്ള നമ്മുടെ സഹചര്യങ്ങൾ നമ്മൾ അകപ്പെട്ടിരിക്കുന്നത് ഇനിയും കാണാവുന്നതായിട്ടുള്ള ആളുകളെ കൊല്ലത്തെ കണ്ടെത്തുന്ന അതത് സമയങ്ങൾ കൃത്യമായി മറുകരയിലേക്ക് നമുക്ക് എത്തിക്കാം. ആശുപത്രിയിലേക്ക് മാറ്റാൻ വലിയൊരു കാര്യം തന്നെയാണ്. വീണ്ടും അടുത്ത സേവനത്തിനായി ശക്തമായ മഴ ഇപ്പോഴും വലിയ സഹായകരമായ താൽക്കാലിക പാഠം വാർത്തയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. ശക്തമായ കുത്തൊഴുക്കിൽ ഏത് സമയവും വലിയ അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം ആ ഒരു പാലത്തിലുണ്ടായിരുന്നു. കണക്കിലുള്ളതുകൊണ്ട് ഇവിടെ ഈ പാലം കൂടി മറികടക്കാൻ സാധിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. മാധ്യമങ്ങളുണ്ടായ പ്രവർത്തനത്തിൽ കനത്ത പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നു അനൂപ്. പ്രത്യേകിച്ചും കനത്ത മഴ, ഈ പുഴയിലൂടെ ഒഴുകുന്ന ഈ വെള്ളം, ഇതൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തന്നെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് മദ്രാസ് റെജിമെന്റ് ഇപ്പോൾ അവിടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇവിടെ ഈ ഒരു പാലം പണിതിരിക്കുന്നത്. ഇനി ഈ പാലത്തെ കൂടി കടന്ന് ഈ ദുരന്ത മുഖത്തേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. കഴിഞ്ഞ 2 ദിവസമായി നാം കണ്ടതാണ്. അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നവരെയൊക്കെ തന്നെ വലിയ വടം കെട്ടി റോപ്പിൽ കൂടി മറുകര എത്തിക്കേണ്ടത്. മരിച്ച ആളുകളെ, അവരുടെ മൃതദേഹങ്ങൾ
റോപ്പിൽ കെട്ടി മറുകര എത്തിക്കേണ്ടത്, അവിടെ നിന്ന് ആംബുലൻസിൽ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത്, രക്ഷാസാമഗ്രികളൊക്കെ തന്നെ കുടിവെള്ളമടക്കം റോപ്പിൽ കെട്ടി മറുകര എത്തിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ 2 ദിവസമായി പ്രതിബന്ധങ്ങൾ നാം കണ്ടിരുന്നതാണ്. അതിനെല്ലാം ഉള്ള ഒരു ഉത്തരമാണ് ഇനി രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിലാക്കുക എന്നാണ്. 100 പേരെ ഇനി കണ്ടുകിട്ടാനുണ്ട് എന്ന് പറയുന്നു. 100 പേരെ കുറിച്ച് ഇനിയും യാതൊരു വിവരവുമില്ല എന്ന് പറയുന്നു. ഒരുപാട് പേർ മണ്ണിൽ പുതഞ്ഞുപോയി കിടപ്പുണ്ട് എന്ന് പറയുന്നു. ഒരുപാട് പേർ ഇനിയും ഈ പുറം ലോകത്തിന് അവരെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്ന് പറയുന്നു. അതിലേക്കൊക്കെയുള്ള ഒരു ഉത്തരമാണ് സ്വാഭാവികമായും ഈ പാലം എന്ന് പറയുന്നത്. കാരണം ഇതിൽ കൂടി കയറി വേണം ഈ ദുരന്തമുഖത്തേക്ക് യന്ത്ര സാമഗ്രികൾക്ക്, മനുഷ്യർക്ക്, രക്ഷാപ്രവർത്തകർക്ക്, മെഷീനുകൾക്ക് ഒക്കെ തന്നെ എത്തണമെങ്കിൽ അതിനുള്ള ഒരു വഴി കൂടിയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്ന അനൂപ്.